ഹലോ, നാളെ തിരുവോണമല്ലേ? അപ്പോൾ ഇന്ന് ക്ലീനിങ്ങിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലായ്പ്പോഴും വീട് ക്ലീൻ ആക്കുമ്പോഴത്തേക്കും അവർക്കും ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ബോറടിക്കാത്ത രീതിക്കായിരുന്നു ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ അവരെൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യാറുമുണ്ട്. അങ്ങനെ ഞാൻ കാശിക്കൂട്ടന് കൊടുത്ത സ്ഥലമാണിത്. അവൻ്റെ ചെറിയ ചെറിയ കാറുകളും അവൻ്റെ കുറച്ച് സാധനങ്ങളും ഒക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് അവൻ വൃത്തിയാക്കി എടുക്കുന്നു. എത്ര തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും പിള്ളേർ വീണ്ടും വീണ്ടും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ നിറയ്ക്കും. അപ്പോൾ ഓണത്തിന് ഒരു ഡീപ്പ് ക്ലീൻ തന്നെ ആയിക്കോട്ടെന്ന് ഞാൻ വിചാരിച്ചു. ചാരുക്കുട്ടിക്ക് കൊടുത്ത സ്ഥലമാണത്. ടി വിയുടെ അടിയിലത്തെ കബോർഡ് വൃത്തിയാക്കാനാണ് അവളോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവളത് മടി കൂടാതെ തന്നെ മുഴുവൻ നല്ലോണം വൃത്തിയാക്കും. പിള്ളേരെ കൊണ്ട് ഈ പണിയെല്ലാം അടുപ്പിച്ചിട്ട് ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിള്ളേർക്കൊരു ബോറാവില്ല, പിന്നെ പിള്ളേർ ചെയ്യാനായിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും അവിടെ അവർ വൃത്തിയാക്കി ഇടുന്നതിനെല്ലാം ഒന്ന് അടിച്ചു വാരി ഒരു അറ്റത്തേക്ക് കൂട്ടുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എങ്ങനെയുണ്ട്? അത് ഒരേ സമയം നമുക്ക് തൂക്കാനും വേണമെന്ന് വെച്ചാൽ ഒന്ന് തറയെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കാനും എല്ലാം പറ്റും. നല്ല പെട്ടെന്ന് ജോലി കഴിയും നമ്മുടെ. ഞങ്ങളെ ഈ പണിയൊന്നും എടുക്കാൻ വിടാത്തതുകൊണ്ട് ഒരാളെ ഞങ്ങൾ പുറത്താക്കി കതകടച്ചിട്ടുണ്ടായിരുന്നേ. അയാൾ കതക് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്ത് അവിടെ കിടക്കുവാണ് കേട്ടോ. ആരാണെന്ന് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആളെ. ഇവരുടെ ജോലിയൊക്കെ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് അകത്ത് കയറി അർമാദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലേക്കേടെ ആ കിടപ്പ്. അപ്പോൾ ബാക്കിയുള്ള പണികൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ തന്നെ അങ്ങ് തീർത്തു. അപ്പോൾ ചേട്ടന് വയ്യാത്തതുകൊണ്ട് ചേട്ടൻ കൂടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ നാലുപേരും കൂടിയാണ് വീടെല്ലാം വൃത്തിയാക്കാറ്. കുട്ടികൾ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ടി വി കാണാനായിട്ടിരുന്നു. അപ്പോഴത്തേക്കും അവിടെ പൊരിഞ്ഞ അടി നടക്കുവാണ്. വേറൊന്നിനുമല്ല, ഒരു റിമോട്ടിന് വേണ്ടിയുള്ള യുദ്ധമാണ് ആ കാണുന്നത്. അങ്ങനെ അവരെ അടിയിൽ നിന്നൊക്കെ പിടിച്ചു മാറ്റിയിട്ട് ഞാൻ അവരെ കുളിക്കാനായിട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് ഞാൻ വൈകുന്നേരം മട്ടന്നൂർ പോയി കുറച്ച് പൂവെല്ലാം വാങ്ങിയിട്ട് വന്നായിരുന്നു. അപ്പോൾ പൂ കണ്ടപ്പോഴത്തേക്ക് ചാരുക്കുട്ടിയും കാശിക്കുട്ടനും വലിയ ത്രില്ലിലായപ്പോൾ അവർക്കത് ഇറുത്തെടുക്കണമെന്നുള്ളതായി. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ കളറായിട്ട് ഇറുത്തെടുക്കാനായിട്ട്. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.